മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കഴുത്തിൽ ഒരു നൂല് വേണ്ടി, രോഗം മാറുന്നതിന് വേണ്ടി, അസുഖം മാറുന്നതിന് വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും രോഗം മാറിയിട്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ അപ്പോഴല്ലേ കഴിയുകയുള്ളൂ എന്നല്ല മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ഇണയുടെ ഭാര്യയുടെ കഴുത്തിൽ നിന്ന് ആ നൂല് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞത്, ആലു മസ്ഊദ് അഗ്നിയാഉ അനി ശിർക്ക്. ഇബ്നു മസ്ഊദിന്റെ കുടുംബത്തിൽ ഈ ശിർക്കിന്റെ ആവശ്യമില്ല. നിങ്ങൾ കേട്ടല്ലോ, വളരെ വ്യക്തമായിക്കൊണ്ട് ഈ വ്യക്തി വലിയൊരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുകയാണ്. നമ്മൾ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാവുകളൊക്കെ എഴുതിക്കൊണ്ട് ഉറുക്കെഴുതി വെച്ചാൽ, ഉറുക്കെഴുതി കെട്ടിയാൽ അത് ഷിർക്കാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാനത് വിശദീകരിക്കാൻ മുമ്പ് ചില സംഭവങ്ങൾ വായിക്കാം, ചില ഹദീസുകൾ വായിക്കാം. മുസന്നഫ് ഇബ്നു അബീ ഷൈബയിൽ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഊദു ബി കലിമാത്തില്ലാഹി താമാത്ത് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെല്ലാനുള്ളതൊക്കെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ശേഷം പറയുകയാണ്, വകാന അബ്ദുല്ലാഹി യുഅല്ലിമുഹാ വലദഹു മൻ അദ്റക മിൻഹും വമൻ ലം യുദ്രിക് കതബഹാ വഅല്ലഖഹാ അലൈഹി. ഈ ദിക്ർ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തൻ്റെ മക്കൾക്ക്, പ്രായപൂർത്തിയെത്തിയ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലാത്തവർക്ക് ഇത് എഴുതിക്കൊണ്ട് കെട്ടി തൂക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരിയുടെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 1-ാം വാള്യം 96-ാമത്തെ പേജിൽ പറയുന്ന മറ്റൊരു സംഭവം നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ഒരു സംഭവം റസൂലുള്ളാഹി അഊദു കലിമാത്തില്ലാഹി താമാത്ത് എന്ന് ചെല്ലാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷവും ഇതേ സംഭവം പറയുകയാണ്, വകാന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മൻ ബലഗ മിൻ ബനീഹി അല്ലമഹു ഇയ്യാഹുന്ന. പ്രായപൂർത്തിയായ മക്കൾക്ക് ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണം. വമൻ കാന മിൻഹും സഗീറൻ ലാ യഈഹാ. അത് പഠിക്കാൻ കഴിയാത്ത, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ കതബഹാ വഅല്ലഖഹാ ഫീ ഉനുഖിഹി. അവര് ഈ കുട്ടിയുടെ കഴുത്തിൽ ഇത് കെട്ടി തൂക്കി കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അവിടുന്ന് ചെയ്ത സംഭവം നേരത്തെ വായിച്ചു. ഈ സ്വഹാബത്തൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഈ സലഫ് സ്വാലികളൊക്കെ ചെയ്തത് തെറ്റായിരുന്നു, ഷിർക്കായിരുന്നു എന്നാണോ ഇവിടുത്തെ വഹാബികൾ പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ധാരാളം ഹദീസുകൾ റുഖിയയും തമായിമിനെയൊക്കെ, ഉറുക്കിനെയും അതുപോലെ തന്നെ മന്ത്രിച്ചൂതലിനെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഹദീസുകൾ കാണാം. മറ്റു ചില ഹദീസുകളിൽ ഇതിനെ അനുവദിച്ചു കൊടുക്കുന്ന ഹദീസുകളും കാണാൻ സാധിക്കും. അവിടെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നത് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് ഇദ്ദേഹത്തിന്. മറ്റത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർക്കുൻ. മന്ത്രിച്ചൂതൽ കൊണ്ടൊന്നും പ്രശ്നമില്ല അതിൽ ഷിർക്കില്ലാത്ത കാലത്തോളം. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ചില ഷിർക്കിന്റെ മന്ത്രങ്ങളും മറ്റും ഒരുമിച്ച് കൂടിയ അത് ഉറുക്ക് കെട്ടിയിട്ടുള്ള ചില പതിവുകൾ അവർക്കുണ്ടായിരുന്നു. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദ്ദേഹം വായിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇത്തരം മന്ത്രങ്ങളൊക്കെ ഷിർക്കില്ലാത്ത സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുമ്പോഴും അങ്ങനെ ഉറുക്കൂട്ടുമ്പോഴൊക്കെ അത് പറ്റുമെന്ന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇമാമിങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ വായിച്ച പോലെ സ്വഹാബത്തും താബികളും സലഫു സ്വാലിഹുകളും എല്ലാം അത് ചെയ്തിട്ടും അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. അതിനെ വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നമുക്ക് ബഹുമാനപ്പെട്ട ഹാഫിളുദ്ദുന്യ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഇതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നൊരു ഭാഗം വായിച്ചു നോക്കാം. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഇന്ന റുഖാ വത്തമാഇമ വത്തൗലത ശിർക്കുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവിടുന്ന് പറയുകയാണ്, വ ഇന്നമാ കാന ദാലിക മിനശ് ശിർക്കി. എന്തുകൊണ്ടാണ് ഇത് ഷിർക്കാണെന്ന് പരിചയപ്പെടുത്തിയത്? ലിയന്നഹും അറാദു ദഫ്അൽ മലാദി വജൽബൽ മനാഫിഇ മിൻ ഇൻദി ഗൈരില്ലാഹി. അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സബബായി പരിഗണിക്കാതെ സ്വയം ഇവയെല്ലാം ഉപകരിക്കും എന്ന വിശ്വാസത്തോടുകൂടെ, ഷിർക്കൻ വിശ്വാസത്തോടുകൂടെ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഷിർക്ക് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വലാ യദ്ഖുലു ഫീ ദാലിക
മാ കാന ബി അസ്മാ ഇല്ലാഹി വ കലാമിഹി. ഇതിൽ അള്ളാഹുവിൻ്റെ അസ്മാഉകളെ കൊണ്ടും അവൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ കൊണ്ടും റുഖിയ ചെയ്യുന്നതോ മന്ത്രി ചൂതുന്നതോ ഉറുക്ക് കെട്ടുന്നതോ എന്നും ഇതിൽ പെടുന്നില്ല. അത് പ്രശ്നമുള്ളതല്ല എന്ന് മാത്രമല്ല, ഫഖദ് സബത ഫിൽ അഹാദീസ് ഇസ്തിമാലു ദാലിക, ഇതെല്ലാം ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്ന കാര്യം അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഹാഫിദുൽ അസ്ഖലാനി റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്നത്, പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെ കൃത്യമായി കബളിപ്പിക്കുകയാണ് ഇവിടുത്തെ വഹാബികൾ ചെയ്യുന്നത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ അവർ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുന്നികളുടെ വിശ്വാസപ്രകാരം ഉറുക്കാവട്ടെ ഏലസാവട്ടെ എന്ത് കാര്യമാണെങ്കിലും അത് ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ആണത് യഥാർത്ഥമായി എല്ലാ വിഷയങ്ങളിലും ഉപകാരോപദ്രവം ചെയ്യുന്നതും. എന്നാൽ ചില സബബുകൾ, ചില കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാവലിന് വേണ്ടിയിട്ട് പോലീസുകാരോട് സഹായം തേടും. എന്നാൽ ചില സമയത്ത് കാവലിന് വേണ്ടിയിട്ട് അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടും. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സബബുകൾ, ഓരോ കാര്യത്തിൻ്റെയും പിന്നിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരം കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ശറഅ് വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവ തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ജനങ്ങളെ മനസ്സുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇത്തരത്തിലുള്ള വഹാബികൾ ചെയ്യുന്നത് എന്ന് മാത്രം ഉറപ്പെടുത്തുകയാണ്.